ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾക്ക് ഹോളിഡേ ആയിരുന്നു. ലേബർ ഡേ പ്രമാണിച്ച് മറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ. ഇന്ന് മോർണിംഗിൽ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ, ചൈന, ഹോങ്കോങ് മാർക്കറ്റുകളിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അലിബാബ സ്റ്റോക്ക് എന്ന് ഹോങ്കോങ് മാർക്കറ്റിൽ 20% മുന്നേറിയിരിക്കുന്നത്. AI റിലേറ്റഡ്, ക്ലൗഡ് റിലേറ്റഡ് സർവീസസിൻ്റെ റവന്യൂസൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ കമോഡിറ്റി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്ന പോലെ ഇന്ന് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $3508.73 പെർ ഔൺസ് ആണ് ഇന്ന് മോർണിംഗിൽ ഏഷ്യൻ മാർക്കറ്റിൽ സ്പോട്ട് ഗോൾഡ് ഹിറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ നോക്കുകയാണെങ്കിൽ $3501.4 പെർ ഔൺസ് ആണ്. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിലും ഗോൾഡ് മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. US ഫെഡറൽ റിസർവ് സെപ്റ്റംബർ 16-17 തീയതികൾ നടക്കുന്ന മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും ഗോൾഡിന് പോസിറ്റീവ് ആണ്. ഗോൾഡിനോടൊപ്പം സിൽവർ മുന്നേറുകയാണ്. സ്പോട്ട് സിൽവർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $40.56 പെർ ഔൺസിനാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു സിൽവർ ETFകൾ അതുപോലെ തന്നെ ഫിസിക്കൽ സിൽവറൊക്കെ വാങ്ങുന്നത് സൗദി അറേബ്യ, റഷ്യ പോലുള്ള രാജ്യങ്ങളാണെന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ സിൽവറിനെ ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗോൾഡിനോടൊപ്പം സിൽവറും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. മറ്റ് കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കോപ്പർ, അലുമിനിയം, സിങ്കൊക്കെ സ്ലൈറ്റ്ലി ബെറ്റർ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ പക്ഷേ ഇന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $68.45 പെർ ബാരലിനാണ്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് വീണ്ടും പുതിയ റെക്കോർഡ് ലോയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. $88.25 രൂപ പെർ ഡോളറിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. USൻ്റെ ആൻറ്റി അല്ലെങ്കിൽ അഡീഷണൽ താരിഫിൻ്റെ ഒരു ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇന്ത്യൻ റുപ്പിയിലും ഇന്ത്യൻ എക്കണോമിയിലൊക്കെ ഷോർട്ട് ടു മീഡിയം ടൈമിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം നമ്മുടെ പ്രൈം മിനിസ്റ്റർ ജപ്പാൻ, ചൈന സന്ദർശനത്തിന് ശേഷം തിരിച്ചെത്തിയിട്ടുണ്ട്. ധാരാളം ഡീലുകളൊക്കെ പല കമ്പനികളും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ ഡീലുകളിൽ ഏറ്റവും മേജറായിട്ടുള്ള ഡീല് വരുന്നത് അശോക് ലൈലൻഡിൻ്റെ ഒരു ബാറ്ററി പ്രൊജക്റ്റാണ്. കാൽബ് എന്ന് പറയുന്ന ചൈനീസ് ബാറ്ററി മാനുഫാക്ചറർ ആയിട്ടുള്ള 5000 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ്. അടുത്ത 7-10 വർഷത്തിനുള്ള 5000 കോടി സ്പെൻഡ് ചെയ്യാനാണ്. ലിഥിയം അയോൺ ബാറ്ററികൾ ഓട്ടോമോട്ടീവ് സെഗ്മെൻറ്റ് ഉണ്ടാക്കാനുള്ള ഇനീഷ്യേറ്റീവ്സ് ആണ് ഇനീഷ്യലി ഈ ജോയിൻറ്റ് വെഞ്ചർ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അശോക് ലൈലൻഡിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം നമ്മൾ ChatGPT ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ChatGPT യൂസ് ചെയ്യുന്നത് ഇന്ത്യക്കാരാണ്. പോസിറ്റീവ് ന്യൂസാണ്. AI റിലേറ്റഡ് രംഗത്ത് നമ്മുടെ യങ്സ്റ്റേഴ്സും വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മാരുതി നാളെ പുതിയ ഒരു SUV ലോഞ്ച് ചെയ്യുന്നുണ്ട്. എസ്കുഡോ എന്ന് പറയുന്ന ഒരു SUV ആണ്. മാരുതിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. ഒപ്പം ഓട്ടോമൊബൈൽ സെയിൽസ് ഡാറ്റ വന്നിരുന്നു ഇന്നലെ ഓഗസ്റ്റ് മാസത്തെ. വളരെ പോസിറ്റീവായിട്ടുള്ള ഡാറ്റ പുറത്തു വിട്ടിരിക്കുന്നത് ഈഷർ മോട്ടേഴ്സ്, അതുപോലത്തെ TVS മോട്ടേഴ്സ്, ബജാജ് ഓട്ടോ, ഈവൻ ടാറ്റ മോട്ടേഴ്സും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് വന്നിരിക്കുന്നത് M&Mൻ്റെ സെയിൽസ് ഡാറ്റയാണ്. പക്ഷേ അത് തീർച്ചയായിട്ടും ഗവൺമെൻറ് GST റിഡക്ഷൻ കൊണ്ടുവരികയാണ്. അപ്പോൾ GST റിഡക്ഷന് ശേഷം വണ്ടി വാങ്ങാമെന്ന് കസ്റ്റമേഴ്സ് ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാത്രമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതേസമയം ട്രാക്ടർ സെയിൽസൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അപ്പോൾ ഓവറോൾ M&Mനും മാരുതിക്കും ടാറ്റ മോട്ടോഴ്സിനും TVS മോട്ടോഴ്സിനും ഈഷർ മോട്ടോഴ്സിനൊക്കെ നല്ല ഡേയ്സ് ആണ് ഹെഡ്. കാരണം GST റിഡക്ഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും സെയിൽസ് കൂടാനുള്ള സാധ്യതകളാണ്. ഇന്നലെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 1429.71 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഫണ്ടുകൾ 4344.93 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പോസിറ്റീവ് ന്യൂസ് ഉള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ NMDC, റോയൽ ഓർച്ചിഡ് ഹോട്ടൽസ്, BLS ഇന്റർനാഷണൽ, UPL ലിമിറ്റഡ് ഒരു അക്വിസിഷൻ നടത്തിയിട്ടുണ്ട്. തായ്ലൻഡിലത്തെ ഒരു കമ്പനിയാണ്. പുറവങ്കര 2700 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. BEL ഓഗസ്റ്റിൽ 644 കോടി രൂപ അഡീഷണൽ ഓർഡേഴ്സ് ബാഗ് ചെയ്തിട്ടുണ്ട്. വെബ്സോൾ എനർജി സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാണ് 10 രൂപയിൽ നിന്ന് 1 രൂപയായിട്ട്. അതോടൊപ്പം തന്നെ 3000 കോടി ഇൻവെസ്റ്റ് ചെയ്യാണ്.
സോളാർ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിയറ്റ് മിച്ചലിൻ കമ്പനിയുടെ ശ്രീലങ്കയിലുള്ള കമ്പനി ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. കാംസ്കോ കൺസ്ട്രക്ഷൻ കോമ്പാക്ട് ലൈൻസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഓഫ് ഹൈവേ ഓഫ് റോഡ് ടയേഴ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. സിയറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മെയിൻ ബോർഡിൽ ഓപ്പൺ ആയിട്ടുള്ള അമാന്ത ഹെൽത്ത് കെയർ ഫസ്റ്റ് ഡേ 4.61 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. നല്ല ഓവർ സബ്സ്ക്രിപ്ഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മൈനർ ലിസ്റ്റിംഗ് ഗെയിനോട് ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. മെയിൻ ബോർഡ് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു IPO ആണ്. നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്ന അനോന്ധിത മെഡിക്കെയർ SME IPO ആയിരുന്നു. 145 രൂപയ്ക്കാണ് ഇഷ്യൂ പ്രൈസ് വന്നിരുന്നത്. പക്ഷേ 280-275 റേഞ്ചിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. ലിസ്റ്റിങ്ങിന് ശേഷം ധാരാളം ഫണ്ടുകൾ ഈ സ്റ്റോക്ക് വാങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ലോങ് റണ്ണിൽ ഈ കമ്പനീനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസ് പൊതുവെ നോക്കുകയാണെങ്കിൽ കോമേഴ്സ് രംഗത്ത് വലിയ ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്വിക്ക് കോമേഴ്സ് രംഗത്ത് ഡിസ്കൗണ്ടൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും എറ്റേണലിനും അതുപോലെ തന്നെ സ്വിഗ്ഗിക്കും നല്ല ഡേയ്സാണ്. ഹെഡ് പ്രോഫിറ്റബിലിറ്റി ക്വിക്ക് കോമേഴ്സിൽ നിന്ന് കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളും ഒരുപക്ഷെ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഇന്ത്യ ചൈന റഷ്യ അലയൻസിൻ്റെ ഇമ്പാക്റ്റ് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സ്റ്റോക്കുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതേസമയം അമേരിക്ക ഈ അലയൻസിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മാർക്കറ്റിൽ ഒരുപക്ഷെ വൊളാറ്റിലിറ്റി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പല ന്യൂസ് ഫ്ലോസും അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസയോട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.